ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശം അവസ്ഥ പ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ ടൂവിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ത്യൻ്റെ ഒരു ഡയറക്റ്റ് സീക്വലായിട്ട് തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഈ സിനിമയെ പറ്റി പറയുന്ന സമയത്ത് ഒരു തരത്തിലും ഒരു ഹൈ മൊമെൻറ്റ്സ് തരാൻ പറ്റാത്തൊരു സിനിമയാണ് ഇന്ത്യൻ ടു. കാരണം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തുടക്കത്തിലെ ഇതൊരു സ്പൂഫ് അല്ലെങ്കിൽ മിക്കവാറും കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്ന് തുടക്കത്തിലെ തോന്നിയത്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെയാണ് പിന്നീട് ഈ സിനിമ ഞാൻ പ്രോസസ്സ് ചെയ്തത്. കാരണം പലപ്പോഴും ക്രിഞ്ച് വർത്തിയ രീതിയിലോ അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലി ഫണ്ണി ആവുന്ന രീതിയിൽ കുറേ സീക്വൻസുകളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സേനാപതി മാസ് കാട്ടാൻ നിൽക്കുന്ന സമയത്തൊക്കെ അത്തരം സംഭവങ്ങൾ നല്ല വിസിബിളായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ദശാവതാരത്തിൽ നായിഡു പറയുന്ന പോലെ MSc, BSc, PhD ബയോളജി, സയൻറ്റിഫിക് ടെററിസ്റ്റായുള്ള ട്രാഫിക് സയൻറ്റിസ്റ്റ്, അങ്ങനെയുള്ള കുറേ വേഷപ്പകർച്ചകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനായിരുന്നു എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഇന്ത്യൻ്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് ഈ സിനിമയും പിടിച്ചിട്ടുള്ളത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോർമാറ്റിൽ വെറുതെ അഡീഷണലി കുറച്ച് കാര്യങ്ങൾ കുത്തിക്കയറ്റി വന്നപ്പോഴത്തേക്കും അത് പിന്നെയും ബോറായിട്ട് വന്നിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ ഒക്കെ കേസ് പറയുമ്പോഴത്തേക്കും കമൽഹാസനെ കൊണ്ടുപോയിട്ട് എന്തോ ആക്കി വെച്ചിട്ടുണ്ടോ, അത്രയും മോശപ്പെട്ട രീതിയിലാണ് അദ്ദേഹത്തിന് ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കര ബോറായിരുന്നു. പിന്നെ സിദ്ധാർത്ഥ് അഭിനയിച്ചിട്ട് നന്നായിട്ട് തകർത്തിട്ടുണ്ട്. കാരണം ഇമോഷണൽ സീക്വൻസൊക്കെ വരുന്ന സമയത്ത് എനിക്ക് അത് കണ്ടിട്ട് ചിലപ്പോഴൊക്കെ ചിരിക്കാനൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയായിരുന്നു. ആൻഡ് ഈ സിനിമ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ്, ചില സീനൊക്കെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് ചിരിക്കാൻ തോന്നും. അങ്ങനത്തെ രീതിയിലുള്ള ഓരോ സംഭവങ്ങളും ഈ സിനിമയിൽ ചെയ്ത് വെച്ചുകൊണ്ട് അതവിടെ ഉണ്ട്. അപ്പോൾ ചിരിക്കാതെ വേറെ നിവർത്തിയില്ല. ഇത്തരം സിനിമകൾ റിയലിസ്റ്റിക് ആവണം എന്നൊന്നും ആവശ്യപ്പെടാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ബിലീവബിൾ ആവുന്ന രീതിയിലെങ്കിലും അവതരണം ചെയ്യണം എന്നുള്ളത് ഒരു ഡിമാൻഡാണ്. കാരണം ഇപ്പോൾ അന്യനിലൊക്കെ ഒരു 100 പേരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ അത്രയും ബിലീവബിളായിട്ട് ചെയ്ത ഒരു ഡയറക്ടറാണ് ശങ്കർ. പക്ഷേ ഈ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെ എവിടെയും കൺവിൻസ് ചെയ്യാൻ ഈ സിനിമയെ കൊണ്ട് സാധിക്കുന്നില്ല. അതുതന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. ആൻഡ് ഒരു ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം മുതൽക്കേ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് അങ്ങനെയാണ് ഈ സിനിമയെ കൊണ്ടുപോയുള്ളത്. ശങ്കറിൻ്റെ ലഞ്ച് യൂണിവേഴ്സിൽ പൊതുവെ ഈ വക പരിപാടികളൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഇന്ത്യൻ പോലെയുള്ള സിനിമകളൊക്കെ കാണാൻ അത്രയും എൻഗേജിങ് ആണ്. പക്ഷേ ഇതിലങ്ങനത്തെ ഒരു സംഭവമല്ല, ഭയങ്കര ശോകമായിട്ട് തോന്നുന്ന രീതിയിലൊക്കെയാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. മൊത്തത്തിൽ പറയുമ്പോൾ ഇന്ത്യൻ ടു എനിക്ക് തീരെ വർക്കാവാത്തൊരു സിനിമയാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്. ഓടവും മുടിയാത് ഒളിയവും മുടിയാത്.